ബുദ്ധിയില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു പുതിയ ഹൈറിച്ചോളി മിസ്റ്റർ മൊയ്തീൻ കുട്ടി. അദ്ദേഹം വീണ്ടും BP-യുടെ ഗുളിക കുടിക്കാതെ ഇന്നലെ യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രതികരണം അദ്ദേഹം യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ജളവള അടിയൊക്കെ യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ. PM-ൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഉടനടി ബ്ലോക്ക് ചെയ്തു പോകും. എന്നിട്ട് കട്ടിയുള്ള മീശയുടെ കാര്യമൊക്കെ പുള്ളി വാതോരാതെ സംസാരിക്കും. മൊയ്തീൻ കുട്ടി, താങ്കളുടെ മീശ കട്ടിയുള്ളതാണോ ഒട്ടിച്ചു വെച്ചതാണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണം ഇടക്കിടക്ക്. കാരണം ഞങ്ങൾക്കതിൽ സംശയമുണ്ട്. യൂട്യൂബിൽ മാത്രം സംസാരിച്ചാൽ പോരാ. താങ്കളൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ആദ്യം ചെയ്യേണ്ടത് ഓപ്പണായിട്ടുള്ള ഡിബേറ്റിന് വരിക എന്നുള്ളതാണ്. അതിന് താങ്കളെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇനിയും വെല്ലുവിളിക്കുന്നു. ഹൈറിച്ചിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ, അതിൻ്റെ ജെനുവിനിറ്റി അവതരിപ്പിക്കാൻ താങ്കളൊന്ന് വരൂ. കട്ടിയുള്ള മീശയുള്ള മൊയ്തീൻ കുട്ടി, ഇളകാത്ത മീശയുള്ള മൊയ്തീൻ കുട്ടി. വിഷയത്തിലേക്ക് കടക്കാം. ഇദ്ദേഹം ആരോപിക്കുന്നൊരു ആരോപണമാണ്, അച്ചാരം വാങ്ങിയിട്ടാണ് ഹൈറിച്ചിനെതിരെ പലരും കുരക്കുന്നതെന്നും ഹൈറിച്ചിനെ പെട്ടിയിൽ കയറ്റിയതെന്നും ആണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യം ആരോപണം ഉന്നയിക്കേണ്ടത് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുന്നിൽ പോയിട്ട് താങ്കൾ ആദ്യം മൂർദാബാദ് വിളിക്കണം. ഹൈറിച്ചിനെ പൂട്ടിയ പിണറായി വിജയൻ മൂർദാബാദ്, അച്ചാരം വാങ്ങി ഹൈറിച്ചിനെ പൂട്ടിയ പിണറായി വിജയൻ മൂർദാബാദ്. ആദ്യം അവിടുന്ന് പ്രകടനം വിളി തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് നേരെ വരേണ്ടത് AKG സെൻറ്ററിന് മുമ്പിലാണ് തിരുവനന്തപുരത്ത്. അവിടെയും നീട്ടി മിസ്റ്റർ മൊയ്തീൻ കുട്ടി മുദ്രാവാക്യം വിളിക്കണം. അത് കഴിഞ്ഞിട്ട് വരേണ്ടത് തൃശ്ശൂർ കോടതിയിലാണ് ബഡ്സിൻ്റെ. അവിടുന്ന് നേരെ പോകേണ്ടത് ജില്ലാ കളക്ടറുടെ അടുത്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലും താങ്കൾ മൂർദാബാദ് വിളിക്കണം. സമയമുണ്ടെങ്കിൽ ED ഓഫീസിൽ പോകണം, അവിടെയും മൂർദാബാദ് വിളിക്കണം. കേരള ഹൈക്കോടതിയിൽ പോകണം, മൂർദാബാദ് വിളിക്കണം. ഇതൊക്കെ ചെയ്യണം. ഓക്കെ, ഉറപ്പുള്ളവനാണ് മൊയ്തീൻ കുട്ടി എന്നുണ്ടെങ്കിൽ. കാരണം ഇവരൊക്കെ ഹൈറിച്ചിനെ പൂട്ടിക്കെട്ടാൻ ജെനുവിനായിട്ടുള്ള മണി ചെയിൻ ചെയ്യാത്ത സത്യമായ കമ്പനിയായ, ലോകം ഉറ്റുനോക്കുന്ന കമ്പനിയായിട്ടുള്ള ഹൈറിച്ചിനെ പൂട്ടിക്കെട്ടി വരിഞ്ഞു മുറുക്കി പെട്ടിയിൽ ശവശരീരമാക്കാൻ, മൃതശരീരമാക്കാൻ വേണ്ടി ഇവരൊക്കെ അച്ചാരം വാങ്ങിയിട്ടുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് താങ്കൾ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ആദ്യം ആ പരിപാടികളൊക്കെ നടത്തുക. സമയം കളയണ്ട. മൊയ്തീൻ കുട്ടി പെട്ടെന്ന് വിട്ടോളൂ. മുദ്രാവാക്യമൊക്കെ മൂർദാബാദ് വിളിയൊക്കെ എഴുതി വെച്ചിട്ട് പോകണം, മറക്കരുത്. പിന്നെ മൊയ്തീൻ കുട്ടിയുടെ ഒരു ഭാഷ്യം, അദ്ദേഹം ഈ ഇടപെടുന്നതും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണെന്നാണ്. എന്നാൽ മിസ്റ്റർ മൊയ്തീൻ കുട്ടി, താങ്കൾ കോടതിയിലും നിയമത്തിലൊക്കെ വിശ്വാസമുള്ള ആളാണെന്നല്ല പറഞ്ഞത്. 2 വട്ടമാണ് കോടതി വിധിയിട്ടിട്ടുള്ളത് ഹൈറിച്ച് മണി ചെയിൻ ആണെന്നുള്ളത്. ഹൈറിച്ചിൽ സ്ഥായിയായിട്ടുള്ളൊരു ബിസിനസ്സുമില്ല. ഹൈറിച്ച് ചെയ്യുന്നത് മണി ചെയിനാണ്. ആ വിധിയുടെ പുറത്താണ് ഞങ്ങളൊക്കെ സംസാരിക്കുന്നത്. അത് ഇനിയും സംസാരിക്കും. മറിച്ചൊന്നാണെന്നുണ്ടെങ്കിൽ താങ്കളും താങ്കളുടെ കൂട്ടാളികളും കോടതിയിൽ പോയിട്ട് ഓർഡർ വാങ്ങിയിട്ട് വാ. ഹൈറിച്ച് മണി ചെയിനല്ല, അത് നിയമാനുസൃതം ഇവിടെ അതിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് യാതൊരു പ്രശ്നവുമില്ല. അത് മണി ചെയിനൊന്നും നടത്തിയിട്ടില്ല, അത് ഇനിയും ഇവിടെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയുടെ ഓർഡർ വാങ്ങിയിട്ട് വാ മിസ്റ്റർ മൊയ്തീൻ കുട്ടി. ഓക്കെ, മീശ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. അതൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇരുന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പ്രവർത്തിച്ച് കാണിക്കാനാവണം. അത് ചെയ്യുക ആദ്യം. ഓക്കെ, അതുവരെ ആ വിധിയുടെ ബലത്തിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും ഹൈറിച്ചിനെതിരെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന താങ്കളെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധർക്കെതിരെയും ചെയ്യാനാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും. സാമൂഹ്യ പ്രതിബദ്ധതയുടെ പുറത്താണ് താങ്കൾ ഹൈറിച്ചിനെ ന്യായീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ താങ്കൾ ക്രിമിനലാണെന്ന് ഞങ്ങൾ പറയും. കാരണം മണി ചെയിൻ ഇന്ത്യയിൽ നിരോധിച്ചതാണ്. ഈ പറയുന്ന കറക്കലുകൾ, ആളുകളുടെ പണം പോകാൻ സാധ്യതയുള്ള, സമൂഹത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന, രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള മണി ചെയിനുകൾക്കെതിരെ കൊണ്ടുവന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ കളി തമാശക്ക് കൊണ്ടുവന്നതല്ല. ഇത്തരത്തിലുള്ള മണി ചെയിൻ നടത്തുന്ന ഫ്രോഡുകളെ പൂട്ടാനും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ അമർച്ച ചെയ്യാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആ നിയമങ്ങൾ ചുമത്തിയിട്ടാണ് നിലവിൽ ഹൈറിച്ചിനെ പൂട്ടിയിട്ടുള്ളത്, അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളത്. അതിന് നടത്തിപ്പുകാർ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സ്കീമിനെയാണ് താങ്കൾ ജെനുവിനാണ്, കള്ളത്തരം ഒന്നും ചെയ്തിട്ടില്ല, അത് തിരിച്ച് ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ താങ്കൾ ചെയ്യുന്നത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, ഒരു പണിഷബിൾ ഒഫൻസ് ആണ്. അതിനാണ് താങ്കളെ പേരിട്ട് വിളിക്കേണ്ടത്. താങ്കൾ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയുള്ള ഒരു ആൻറ്റി സോഷ്യൽ ആണെന്ന് പറയേണ്ടി വരുന്നത്. താങ്കൾക്ക് സാമൂഹിക പ്രതിബദ്ധതയുടെ പുറത്താണ് താങ്കൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ താങ്കൾ ഇതിലെ ഇരകളോട് പറയേണ്ടത് നിയമപരമായി ഒരുപാട് വഴികളുണ്ട്, ആ വഴിയിലൂടെ നീങ്ങുക എന്നാണ്. FIR ഇട്ടവരെ പുച്ഛിച്ച് തള്ളാൻ താങ്കൾ ആരാണ്? ഹേ മിസ്റ്റർ മൊയ്തീൻ കുട്ടി, FIR എന്നുള്ളത് നിയമ സംവിധാനമാണ്. അവരുടെ പണം തിരിച്ചു പിടിക്കാനുള്ള സംവിധാനമാണ്. അവരെ പുച്ഛിക്കുന്നത് താങ്കൾ കേട്ടു. അവരെ FIR ഇടിച്ചുകൊണ്ട് ഈ കമ്പനിയെ പൂട്ടാൻ ശ്രമിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. എന്നാൽ ഇന്നൊരു പുതിയ നിയമം, ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസ് താങ്കൾ കണ്ടു കാണും. ആ പ്രസ് കോൺഫറൻസിൽ ED ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യമാണ്, FIR ഇട്ട് നിയമ നടപടികളുമായി പോകുന്നവർക്ക് പണം തിരിച്ചു ലഭിക്കുന്ന പറഞ്ഞത്. താങ്കൾ എന്ത് പറയുന്നു? അതും അച്ചാരം വാങ്ങിയിട്ടായിരിക്കും അല്ലേ? എന്നാൽ വീണ്ടും പോയിക്കോ ED ഓഫീസിന് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കാൻ. അപ്പോൾ മൊയ്തീൻ കുട്ടിയെ പോലെയുള്ള ഉത്തരവാദിത്തമുള്ള പല പോഷക സംഘടനയിലും, നിലവിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്കെതിരെ നടപടിയെടുക്കാൻ എല്ലാ രീതിയിലും ഞങ്ങൾ പ്രവർത്തിക്കും. കാണേണ്ടവരൊക്കെ ഞങ്ങൾ കാണും, കോൺടാക്ട് ചെയ്യേണ്ടവരൊക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതിലൊരു കോംപ്രമൈസും ഉണ്ടാവില്ല.
മൊയ്തീൻകുട്ടി, താങ്കൾ യൂട്യൂബിൽ ഇരുന്ന് ജൽപ്പനം തുടരുക. ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും.